ഇത് വീഡിയോ ആണേ. എടാ ഇന്നലെ വിളിച്ച് എവള് കരയാൻ പോയി, അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇത് വീഡിയോ ആണ്. കരയാൻ പോയി, അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എടി വേറൊന്നും ഇല്ല വയ്ക്കണെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അണ്ണൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഞങ്ങൾ ഗോവയിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതാണ് നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ പോകുന്നത്. അപ്പം എൻ്റെ ചേച്ചിയുടെ മോന് ജോലിയായി, അപ്പം അവന് ബാംഗ്ലൂരാണ്. അപ്പോൾ അവന് വേറെ ട്രെയിനിലാണ്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഗോവയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവനെ ഇങ്ങനെ യാത്ര അയക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ട്രെയിനിലോട്ട് കയറുകയാണ്. ചേച്ചി കേക്ക് കൊണ്ടുവന്ന് കേക്ക് എല്ലാവരും കൂടെ കഴിക്കണേ. യോ പറയോ ഇനിയിപ്പോ അറിയാല്ലേ? ഇങ്ങോട്ട് തിരിച്ചോ പറ. എല്ലാരും കൂടി കരയിപ്പിക്കാണ്, പ്രത്യേകിച്ച് ഈ ജെറി. എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല, എനിക്കറിയില്ല. അവനാണ് ഇവിടുത്തെ മോശം കൈ. നമ്മുടെ കുഞ്ഞു വാവ ഉറങ്ങിയാണ് കേട്ടോ, നല്ല ഉറക്കം. നമ്മുടെ ചേച്ചിക്കുട്ടി നോക്കി മേളിലായിരുന്നു, ഞാൻ ഇവിടെ നോക്കിട്ട് കാണയില്ല. ബാഗ് ഇതാണ്ട് തൂക്കി ഞങ്ങൾ സേഫ് ആക്കി വെച്ചതാണ് നിന്റെ ബാഗ്. പിന്നെ അല്ലാതെ എന്തെങ്കിലും മിസ് ചെയ്യണം നോക്കിക്കോണേ. ഇവിടെ ബാഗ് അല്ലേ ഒരു ബാഗ്. ജഗതി വലിയ പറയല്ലേ എനിക്കൊന്നും അറിയാൻ വേണോ? അവള് കുറച്ച് നമ്മൾ ഗോവയിലെത്തി. നമ്മള് കൊറേ ദിവസത്തെ കാത്തിരിപ്പാണ് ഗോവ. എല്ലാരും ഇറങ്ങിയിട്ടാണ്, എല്ലാരും ബാക്ക് ചെയ്ത് വരുന്നുണ്ട്. ഗോവ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തി. ഞങ്ങളങ്ങനെ ഗോവയിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ ട്രാവലർ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ചേട്ടനുണ്ട്, ഈ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പോലീസിലാണ്. അപ്പോൾ ചേട്ടനാണ് എല്ലാം ബുക്ക് ചെയ്തതും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ഇനി നമ്മൾ ട്രാവലർ വന്നതിന് ശേഷം, ഇപ്പോൾ വന്നു കേട്ടോ, ട്രാവലർ വന്നു. അപ്പോൾ അതിലെടുത്ത് ലഗേജ് എല്ലാം എടുത്തതിന് വെച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ചെന്നിട്ട് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ടയേർഡാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചെന്ന ഉടനെ നമുക്ക് ഭയങ്കര റെസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ ട്രാവലറിൽ കയറി ഇനി നമ്മൾ എൻജോയ് ചെയ്യാൻ. കാണിച്ചേ കുസൃതി കാണിച്ചേ, കുസൃതി കാണിക്കേ, കുസൃതി കാണിക്കേ. ഇതാണ് പുതിയ കുസൃതി, കണ്ടോ? ആളെ കിട്ടുന്നില്ല, അതാണ്. ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ പഠിക്കുന്നതാണ്. ക്രൈസ്റ്റ് നഗർ അല്ല, ക്രൂസ് നഗർ. ക്രൂസ് നഗർ, ആ പുതിയ സ്കൂളിന്റെ പേര് ക്രൂസ് നഗർ.
10 മണിക്കാണ് മറ്റേതിൽ കയറാൻ മറ്റേ നമ്മളെ യഥാർത്ഥ. നീ ഉറങ്ങിക്കും. എല്ലാവർക്കും ചായ കുടിക്കായിരുന്നല്ലേ? അപ്പോൾ റൂമിലെല്ലാം വച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെല്ലാവരും, അതായത് മക്കളെല്ലാവരും കൂടി ഇതാ സ്വിമ്മിംഗ് പൂളിൽ വന്നു. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഒരു ടൈമുണ്ട്, 7:30 to എത്രയാണ് കേട്ടോ ടൈം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് 7:30 ആവാനായിട്ട്. കാരണം നമ്മൾ ഏർലി മോർണിംഗ് തന്നെ റൂമിൽ എത്തിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയേ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് പോകാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വില്ലയിലാണ് കേട്ടോ, 2 വില്ല എടുത്തിട്ടാണ് 2 ഫാമിലി വെച്ചിട്ടാണ് ഓരോ വില്ലയിൽ, അങ്ങനെയാണ് നമ്മൾ തങ്ങിയത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു സ്റ്റേ ഒക്കെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മൾ രാവിലെ ആയപ്പോ ചായ കുടിക്കണം അല്ലേ ചേച്ചി? അതെ. ചായയുടെ ക്രെഡിറ്റ് എല്ലാം സുനിത ചേച്ചിക്ക്. അങ്ങനെയാണ് നമ്മള് കൂടുമ്പോ അങ്ങനെയാണ്. ഇത് മാത്രം കൊടുത്താ പോരെ. റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അത് എന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഹായ്, ഹലോ, കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ ചേട്ടാ? ഇതാരാ? എന്റെ മോളാണോ ഇത്? ഇതാരാ? ഒന്നുകൂടെ അങ്ങോട്ട് കുട്ടു, ഒന്നുകൂടെ അങ്ങോട്ട്. അയ്യോ, നന്നായിട്ട് നോക്കണേ, നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്താൻ പഠിക്കാൻ. പക്ഷെ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നമ്മള് ഗോവയുടെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്ത് ഫുഡാണെന്നൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ഓക്കെയാണ്. ഇഡ്ഡലി, സാമ്പാർ, ഉപ്പുമാവ്, പഴം, ചായ എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഫുഡാണേ. ഗോവ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിറങ്ങി. വെജാണ് കഴിച്ചത്. കാരണം നമ്മൾ ചേർച്ചിലും അതുപോലെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെജാണ് കഴിച്ചത്, നോൺ വെജ് അല്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ട്രാവലറിൽ കയറി പോവുകയാണ് കേട്ടോ. ഗോവയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ട്രാവലറിൽ കയറിയിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം ആർക്കും തൊപ്പി ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേരും ഇതുപോലത്തെ ടൈപ്പ് ഓഫ് തൊപ്പി വാങ്ങി. നിച്ചുവിന് ഇതല്ല വാങ്ങിയത്, അവന് വേറെ ഒരെണ്ണമാണ് എടുത്തത്. അപ്പം ഞാനിത് അപ്പുറത്തിരിക്കുന്ന ഒരു പൂവിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. ഈ സംഭവം അങ്ങനെ അതൊക്കെ എടുത്തതിന് ശേഷം ചുമ്മാ കുറേ ഷോ ഒക്കെ കാണിച്ചു. അതിന് ശേഷം വീണ്ടും ഞാൻ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി വേറൊരു കടയിലോട്ട് കയറിയപ്പോൾ ഭയങ്കര വില, ബാഗിന് ഭയങ്കര വില. ഓരോ കടയിലും ഓരോ വിലയാണ്. അങ്ങോട്ട് പോകും തോറും ബാർഗെയിൻ ചെയ്യും തോറും വില കുറഞ്ഞു വരും. പിന്നെ ഇതൊക്കെ ജസ്റ്റ് നോക്കിയതിന് ശേഷം ഒരുപാടുണ്ട് കേട്ടോ, സംഭവം ഒരുപാടുണ്ട്. നമുക്ക് കടലിലിടാൻ പറ്റിയ ചെരുപ്പുകൾ, പിന്നെ അതുപോലെ ബാഗുകൾ, നമുക്ക് ഡെയിലി യൂസ് ബാഗുണ്ട്, ഓഫീസ് ബാഗ്, എല്ലാ ടൈപ്പ് ഓഫ് ബാഗ് എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാത്തിനും ഒടുക്കത്തെ വിലയാണ്. നമ്മൾ ഷോപ്പ് കുറേ ഉള്ളിലോട്ട് പോകുമ്പോൾ ബാർഗെയിൻ ചെയ്താൽ നമുക്ക് വില കുറച്ച് കിട്ടും. ഈ എൻട്രി ഉണ്ടല്ലോ,
ഉണ്ടല്ലോ, ആദ്യം കയറുന്ന സ്ഥലത്ത് തൊട്ടേ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ വിലയൊന്നും കുറച്ച് തരത്തൊന്നുമില്ല. പിന്നെ നമ്മളിതാ ഈ ഒരു ഷോപ്പ്, ഇതാ ഈ കാണുന്ന ഒരു ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 3/4 ഒക്കെ ഉണ്ടല്ലോ, 3/4 ഒക്കെ റേറ്റ് ഭയങ്കര കുറവായിരുന്നു. 3/4 ഒക്കെ 250 രൂപയ്ക്കൊക്കെ നമുക്ക് 3/4 കിട്ടുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് റേറ്റ് കുറവായിരുന്നു. आपको बेल्ट चाहिए था सर? आपको बेल्ट चाहिए? नहीं इधर है 120 का बेल्ट है. ഈ ഒരു ബാഗ് എടുത്തു കേട്ടോ. ഈ ഒരു ബാഗ് 250 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. करमला आहे की आंबट गोड മനു തോന്നിക്കിടും പിടിച്ചാ സൂപ്പർ അല്ലേ. ഞാനൊരു കാര്യം പറയാവേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലോ, ഗോവ സ്റ്റാർട്ട് ചെയ്ത് കയറുന്ന സമയത്ത് അവിടെ പല ബാർഗെയിനിങ്ങും ഉണ്ട്. പക്ഷെ അവിടെ കയറി ആരും പെട്ടുപോകരുത്. എല്ലാവർക്കും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഉള്ളിലോട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ. കാരണം എന്താണെന്നറിയാമോ, സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ അവർ മാക്സിമം ഹൈ റേറ്റിലാണ് വാങ്ങുന്നത്. എന്നിട്ട് ഉള്ളിലോട്ട് വരുമ്പോൾ അതിൻ്റെ പകുതി പ്രൈസേ വാങ്ങുന്നുള്ളൂ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം പറ്റി. ഞാൻ ഈ തൂക്കിയിരിക്കുന്ന ഈ ഒരു ബാഗ് പോലും 250 റുപ്പീസാണ്. പക്ഷെ കുറച്ച് ഉള്ളിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് 200-150 ഉള്ളൂ. അപ്പോൾ പറ്റിക്കപ്പെടരുത് കേട്ടോ. കാരണം കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളായിരിക്കും കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയൊരു അനുഭവമാണ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ അമ്പലം എത്തിയിട്ടുണ്ടേ. അമ്പലം ആ കാണുന്നതാണ് അമ്പലം. അപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഈ ഒരു പ്രസാദം കൂടെ സമർപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിയതാണ്. 70 രൂപയാണ് കേട്ടോ. നാല് പൊള്ളണല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയതിന് ശേഷം ഞങ്ങൾ ഗോവയിൽ വളരെ പ്രസിദ്ധമായ ഒരു ചേർച്ചിലാണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ചേർച്ചിനകത്ത് കയറാൻ പോവുകയാണ്. ഇവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. കാരണം കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെയാണ് എൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അകത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. മണിയൊക്കെ കണ്ടോ, ഏറ്റവും മേളിൽ മണിയുണ്ട്. ആ മണിയൊക്കെ കണ്ടോ, ഭയങ്കര പുരാതനമായിട്ടുള്ള ഒരു ചേർച്ചാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്ക് എന്താ പറയുക, നല്ല ഭയങ്കര സീനറി ആയാലും മൊത്തത്തിൽ കാണാനായിട്ട് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഈ ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതിനോട് ഭയങ്കര ഇഷ്ടവും അതിനോട് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ചർച്ചിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തത് ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് കഴിച്ചതിന് ശേഷം ഡോൾഫിൻ വ്യൂ പോയിന്റിൽ പോകാമെന്നും പറഞ്ഞാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡൊക്കെ നല്ല അത്യാവശ്യം അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുത്തെ പോലത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കഴിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടിരുന്നു, ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വയറീർക്ക ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ട്രാവലറിലോട്ട് കയറി പോവാണ്. എവിടെയാണ്, ഡോൾഫിൻ വ്യൂ പോയിന്റിലോട്ട്. അങ്ങനെ നമ്മൾ ഡോൾഫിൻ വ്യൂ പോയിന്റിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോൾഫിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ അവരൊന്നും പറയരുതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോൾഫിനെ കണ്ടില്ലെങ്കിൽ ആരും ഒന്നും പറയരുത്. പക്ഷേ ഞാനുള്ള കാര്യം പറയാം, ഒരു 3-4 ഡോൾഫിനെ കണ്ടു. 3-4 ഒരുപാടൊന്നും കണ്ടില്ല. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കണ്ടു എന്ന് പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അവിടെ എവിടെയായിട്ട് ചെറുതായിട്ടൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ.